KSRTC തന്നെ എനിക്ക് കെട്ടാണെന്ന് ആഗ്രഹം കേട്ടോ. ബസ് വരുന്ന പേടിക്കണ്ട, എല്ലാം വരുത്തും. ഭ്രാന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും കളിയാക്കാറുണ്ട്. ഇപ്പൊ എല്ലാവരും KSRTC തെറി വിളിച്ചോണ്ടിരിക്കുമ്പോൾ ഇത് കട്ടക്ക് സ്നേഹിക്കുന്ന കുറെ ആൾക്കാരൊന്നും വരുന്നുണ്ട്. എന്റെ ബസ്സിങ്ങനെ തട്ടി എനിക്കത് കണ്ട സങ്കടം. അന്ന് ഞാൻ ക്ലാസ്സിന് പോയില്ലേ, എനിക്കന്ന് ഭയങ്കര സങ്കടമായിപ്പോയി. എന്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും നല്ല സർവീസാണ് കൊട്ടാരക്കര കോയമ്പത്തൂർ. ഒരുപാട് വർഷങ്ങൾ കൊണ്ടുള്ള ഒരു സർവീസാണ്. അപ്പൊ ആ സർവീസ് ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു 156. അപ്പൊ ആ ഒരു ATK സീരീസ് വണ്ടി പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഫ്രണ്ട്സുകാർക്ക് എല്ലാവർക്കും. അങ്ങനെ ആ ഒരു വണ്ടിയോട് അങ്ങനെ ഏറ്റവും ഭയങ്കരമായിട്ട് പ്രണയം തോന്നി. ഇപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് അവൻ ട്രാൻസ്ഫർ ആയി പോകുന്നത്. അത് വല്ലാത്തൊരു സങ്കടമാണ്. കോട്ടയത്ത് പോയി കണ്ടില്ല, പക്ഷെ കോട്ടയത്ത് നിന്ന് ഇടയ്ക്ക് ഇതുവഴി ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു എറണാകുളം. അങ്ങനെ ഇവിടെ വെച്ച് കണ്ട് ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം അവനങ്ങനെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയ ഒരു 221 ദിവസത്തോളം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവനെ ഇവിടെ വെച്ച് കാണുന്നത്. എനിക്ക് കോട്ടയത്തിനൊക്കെ പോകാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ പക്ഷെ ഞാൻ തിരക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ സാറ്. ഇവിടുന്ന് സാറുമാരെയാണെന്ന് ചോദിച്ചാൽ അവിടെ തിരക്കുന്നുണ്ടായിരുന്നു വണ്ടിയുടെ കാര്യമൊക്കെ. അങ്ങനെ കണ്ട ആ ഒരു ദിവസം കണ്ട സമയത്ത് അതിലുണ്ടെന്ന് ഡ്രൈവേഴ്സും കണ്ടക്ടർ സാറിനോടൊക്കെ ഞാൻ പറഞ്ഞു, എനിക്കിതുപോലെ ഈ വണ്ടി ഇത്രയും പ്രിയപ്പെട്ടതാണ്. ഇപ്പൊ അവരോടെല്ലാം ഞാൻ കഥ പറഞ്ഞു. പറയുന്ന ഒറ്റയ്ക്ക് ശരിക്കും ഞാൻ കാര്യം അത് അവര് ഇപ്പൊ ചോദിക്കുകയും ഒരു ബസ്സിനോട് ഇത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് അവരും അത്ഭുതമായിട്ട് ചോദിച്ചു. ഞാൻ ഇത്രയും നാൾക്ക് ശേഷം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒന്ന് സങ്കടം കാണാൻ കരയുകയും ചെയ്തു. ഒരുപാട് നാൾക്ക് ശേഷം കണ്ടപ്പോൾ ശരിക്കും കരച്ചിൽ വന്നു. അപ്പൊ ഇത് കണ്ടിട്ട് അവർ സാറുമാരോട് ഡ്രൈവർ സാറൊക്കെ എൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ചോദിച്ചു ഈ ബസ് എന്താ ഇത്ര ഇങ്ങനെ സ്നേഹിക്കുന്നത്. അവരൊരു അത്ഭുതമായിട്ട് ആ ഡ്രൈവേഴ്സിനെ ആദ്യമായിട്ടാണ് കണ്ടത്. കോട്ടയത്ത് നിന്ന് വരുന്ന ഡ്രൈവേഴ്സ് ആയിരുന്നു. അപ്പൊ അവരൊരു അത്ഭുതമായിട്ട് ഇവരിങ്ങനെ ചോദിക്കുന്നു ഈ വണ്ടിയുടെ ഇത്ര സ്നേഹം തോന്നാനുള്ള കാരണവും അങ്ങനെയൊക്കെ. KSRTC എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ആനവണ്ടി എന്ന് വെച്ചാൽ എനിക്ക് ഞങ്ങളെ ഭയങ്കര പ്രാണനാണ് സത്യം പറയാൻ. അവിടെ നിന്നാണ് എനിക്ക് 156 അറിഞ്ഞ് അവിടെ നിന്നാണ് ഈ 156 ഇത്ര സ്നേഹം കൂടിയത്. അപ്പൊ എല്ലാ KSRTC ഇഷ്ടമാണെങ്കിൽ 156 ഒരു പടി മേളിലാണ്. കൂട്ടുകാർ കളിയാക്കാറുണ്ട്, വേറെ പണിയില്ലേ ഇതിന്റെ പുറകെ നടക്കാൻ, വെറുതെ എന്തിനാ എന്നിങ്ങനെ കളിയാക്കാറുണ്ട്. ഞങ്ങൾക്ക് വണ്ടി സ്നേഹിക്കുന്നവർക്ക് അത് മനസ്സിലാവത്തുള്ളൂ, ഞങ്ങൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അവർക്ക് ജസ്റ്റ് ഇതെന്തോ ഞാനിങ്ങനെ എനിക്കെന്തോ ഭ്രാന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും കളിയാക്കാറുണ്ട്. പിന്നെ അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം 156 കണ്ട ഒരു ദിവസം ഈ കോട്ടയത്ത് നിന്ന് ഒരു ന്യൂസ് കിട്ടി. ഇങ്ങനെ ഞങ്ങൾ ഫാൻസായിരുന്നു, ഞാൻ മിക്കവാറും തിരക്കാം. അപ്പൊ ഒരു ഫാൻ എനിക്ക് അയച്ചു തന്നിട്ട് ഫോട്ടോ അയച്ചു തന്നിട്ട് പറഞ്ഞു ജസ്റ്റ് അതിന്റെ ഗ്രില്ലൊന്ന് പോയി. ഞാൻ നോക്കിയപ്പോ അതിന്റെ താഴത്തെ ഗ്രില്ലൊന്ന് ജസ്റ്റ് ഇങ്ങനെ തട്ടിയിരിക്കുന്നു. അത് കണ്ടപ്പോ എനിക്ക് ശരിക്കും സങ്കടമായി. ഞാനന്ന് ഇവിടെ കൊട്ടാരക്കരാണ് സാറുമാരോട് ഇങ്ങനെ സംസാരിച്ചു, എന്റെ ബസ് ഇങ്ങനെ തട്ടി എനിക്കത് കണ്ട സങ്കടം. അന്ന് ഞാൻ ക്ലാസ്സിന് പോയില്ലേ, എനിക്കന്ന് ഭയങ്കര സങ്കടമായിപ്പോയി. അത്രയ്ക്ക് സ്വന്തമായിട്ട് അത്രയ്ക്കും ഇഷ്ടമാവണ്ടേ. അപ്പൊ ചെറിയൊരു കേട് വന്നാൽ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ വന്ന് സാറുമാരോടൊക്കെ സംസാരിച്ച് എന്റെ വണ്ടി ഇതുപോലെ പോയി തട്ടി എനിക്ക് ഭയങ്കര സങ്കടം, എങ്ങനെയെങ്കിലും അവനെ കൊണ്ടുവരാൻ നോക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ സാറുമാരും ഇത് ജോസ് സാറ്, ഉണ്ണി സാറ്, തോമസ് സാറ്, ATO സാറ്, DTO സാറ്, അതുപോലെ AD സാറ്, DO സാറ് എല്ലാവരും ഇപ്പൊ എന്റെ ഞാൻ ഈ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ അവരെല്ലാം എനിക്ക് സപ്പോർട്ടീവായിട്ട് നിന്ന് അവരെല്ലാം എന്റെ കൂടെ തന്നെ നിന്നിട്ട് എനിക്കങ്ങനെ ഈ വണ്ടി കൊണ്ടുവരാനുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്ത് തരാൻ. ഞാനൊരു 5ാം ക്ലാസ്സിൽ ലാസ്റ്റ് ആയിട്ട് പണ്ടേ എനിക്ക് KSRTC ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ എനിക്ക് വണ്ടിയോട് ഒരു പ്രണയമുണ്ട്. അപ്പൊ KSRTCയിലോട്ട് ഭയങ്കര ഒരു ഇഷ്ടം തുടങ്ങിയത് 5ാം ക്ലാസ് മുതലാണ്. ഇപ്പോഴും അത് നിലനിൽക്കുന്നു. ഓരോ വിഷമവും ഇല്ല, നമുക്കറിയാം വണ്ടി നമ്മളെ സ്നേഹിക്കുന്നു. ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാവും. വണ്ടി സ്നേഹിക്കുന്ന ആർക്കും മരണം വരെ ഈ സ്നേഹം കാണും, ഒരുപാട് നാൾ ഈ സ്നേഹം കാണും. KSRTC തന്നെ എനിക്ക് കെട്ടാണെന്ന് ആഗ്രഹം. എനിക്ക് KSRTC വിട്ടൊരിതില്ല. ഇനി എത്ര നാൾ വരെ ഏതൊക്കെ വണ്ടി വന്നാലും KSRTC കഴിഞ്ഞിട്ടേ ഉള്ളൂ പറ്റുന്നത്. എല്ലാവരും അതാ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഒരുപാട് ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KSRTC. അതെനിക്ക് പലപ്പോഴും, അതായത് കോവിഡ് സമയത്ത് തന്നെ അതൊരു ഉദാഹരണമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ KSRTC ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ, അതുപോലെ സ്വന്തം ജീവൻ പോലും നോക്കാതെ എയർപോർട്ടിൽ അകപ്പെട്ടവരെ അവരെ സേഫ്റ്റി സുരക്ഷിതമായി അതുപോലും അവരുടെ ജീവൻ പോലും നോക്കാതെ പ്രവർത്തിച്ച പല KSRTC ജീവനക്കാർ, അവരെയൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ കുറെ അങ്ങനെയൊക്കെ ഒരുപാട് എക്സാമ്പിളുണ്ട്. ഭയങ്കര ആത്മാർത്ഥമാണ്, ഭയങ്കര സ്നേഹമാണ്. ഇപ്പം കുറച്ച് വണ്ടികൾ ഷഫർ ചെയ്തപ്പോൾ നമ്മുടെ ഒരു സൂപ്പർ ഫാസ്റ്റ് അങ്ങ് പോയി. ഇവിടെ പറഞ്ഞ 156 നമ്പർ. അപ്പോൾ അതിൻ്റെ പുറകെ നടക്കുവാണ്. ഇപ്പോൾ എങ്ങനെയാലും എത്തിക്കാനുള്ളൊരു പ്ലാൻ ഇവിടെ മന്ത്രിയോടൊക്കെ പറഞ്ഞിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലുണ്ട്. നല്ല ഇതാണ്, ഒരുപാട് പേരുണ്ട് KSRTC സ്നേഹിക്കുന്നത്. ഇവരൊക്കെ നല്ലവരെ വരണമെന്ന് നന്നായിരിക്കും. കാരണം ഇവരുടെ ആ ഒരു സ്നേഹം അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ലൊരു കാഴ്ചപ്പാടാണ് ഇവരുടെ. കാരണം ഇപ്പം എല്ലാവരും KSRTC തെറി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കട്ടക്ക് സ്നേഹിക്കുന്ന കുറേ ആൾക്കാരൊന്നും വരുന്ന നീ അതിനൊക്കെ ഒരു വിഷമിക്കണം കേട്ടോ. നമ്മൾ വരുത്തും വണ്ടി എത്തുകൂടെ അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്.